ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ നെക്സ്റ്റ് യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ 3 കിടല സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. മാത്രമല്ല മാക്സിമം രാവിലെ നമ്മൾ ഈ മസനഗുഡി റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അനിമൽസിനെ കാണാൻ പറ്റും കേട്ടോ. അനിമൽസിനെ കണ്ടാൽ തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഒന്നാമത്തെ ലൊക്കേഷൻ വരുന്നത് വിഭൂതി മലയാണ്. ഇവിടെ ഈ മലയുടെ മുകളിൽ മുരുകന്റെ ഒരു അമ്പലമുണ്ട്. മാത്രമല്ല അമ്പലത്തിനോട് ചേർന്ന് ഒരു കിടിലം വ്യൂ പോയിന്റ് ഇട്ട് നല്ല രസമാണ് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്പലത്തിന്റെ തൊട്ടടുത്ത് വരെ ഓഫ് റോഡ് ജീപ്പ് സർവീസും ഉണ്ട്. അമ്പലം വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്ലട്ടി ചുരം വഴി നേരെ ഊട്ടിയിലേക്ക് കയറാം. പോകുന്ന വഴിക്ക് ഈ നിറയെ പൂക്കളുള്ള ഈ ഒരു ചായക്കട ഉണ്ട്. അവിടെ നിന്ന് പറ്റുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുക. അടുത്ത നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഊട്ടി ടൗണിനോട് ചേർന്നുള്ള എൽക്കഹിൽ മുരുകൻ ടെമ്പിൾ ആട്ടോ. ഈ അമ്പലം കണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. നമ്മുടെ മലേഷ്യയിലെ ബാട്ടു കേവ്സിലെ മുരുകൻ ടെമ്പിളായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ഒരു അമ്പലമാണിത്. നല്ല രസമായിട്ട് ഇവിടെ കാണാൻ. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഭാഗ്യം നിങ്ങൾക്ക് നല്ല കോടയും കിട്ടും. ഒന്നാമത്തെ ലൊക്കേഷനാണ് തോട വില്ലേജ്. ഇതൊരു പ്രത്യേകതയുള്ള ലൊക്കേഷനാണ്. ഇത് തോട എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയുടെ അമ്പലമാണ്. അവർ ഭയങ്കര പുണ്യമായിട്ട് കരുതുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവരുടെ പെർമിഷനോട് കൂടി മാത്രം അകത്തേക്ക് കയറാൻ പറ്റൂ. 3 ലൊക്കേഷൻ നിങ്ങൾ അധികം ആൾക്കാർ പോയി കാണാൻ സാധ്യമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സേവ് ചെയ്ത് വെക്കാനും മറക്കണ്ട. കൂടുതൽ ഇങ്ങനത്തെ ഹിഡൻ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.